ഞാൻ KTDC റെയിൻഡ്രോപ്സിൽ 2015 ജോയിൻ ചെയ്ത് പിറ്റേ മാസം തന്നെ MS പ്രദീപ് എന്ന് പറയുന്ന മാനേജരും പിച്ചാപ്പ് എന്ന് പറയുന്ന മാനേജരും എനിക്ക് നേരെ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയും ലീവ് എടുത്ത് നാട്ടിൽ വരികയും അന്നിരുന്ന മാനേജ്മെന്റിനെ ഞാൻ ഇക്കാര്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ്. ഇവരെ വാണിംഗ് ചെയ്യുകയും ചെയ്തതാണ് അന്നിരുന്ന ചെയർമാനും MDയും ഇങ്ങനെ സ്ത്രീകളെ അനാവശ്യമായിട്ട് പറയരുതെന്ന് പറഞ്ഞു. പിന്നെ 2017 ഈ ലോണ്ടറിയുടെ യൂണിഫോമിന്റെ ബില്ലില് അവിടെ പർച്ചേസ് ചെയ്തതായിട്ട് ഒരു രേഖയില്ല, ബില്ലിൽ അവിടെ വന്നതായിട്ടുമില്ല. പക്ഷെ എന്നോട് പറഞ്ഞ് അതിൽ ഒപ്പിടണമെന്ന്. പക്ഷെ ഞാൻ ചെന്ന സമയത്ത് എനിക്ക് എൻ്റെ ഡ്യൂട്ടി അല്ല ഇവർ തന്നത്. എന്നെ 7 മണി തൊട്ട് നൈറ്റ് 7 മണി വരെ ഫ്ലോർ ഡ്യൂട്ടിയിലാണ് എന്നെ ഇട്ടിരുന്നത്. അപ്പോൾ അവിടെ HOT ട്രെയിനിങ് ഉണ്ടായിരുന്നു. അശ്വതി എന്ന് പറയുന്ന ആ കുട്ടിക്കാണ് ഡിപ്പാർട്ട്മെന്റിന്റെയും ലിനന്റെയും ടോട്ടലീസിന്റെ എല്ലാം ചുമതല കൊടുത്തിരുന്നത്. എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ അങ്ങനെ ഒരു കാര്യം വന്നോന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷെ 2 വർഷത്തോളം ഇവരെന്നെ മാനസികമായിട്ട് വളരെയധികം കമ്പൽ ചെയ്തു. ഇത് നിങ്ങൾ സൈൻ ചെയ്തില്ല, നിങ്ങളുടെ ജോലി ഇവിടെ നിന്ന് കളയും, നിങ്ങളെ ഇവിടെ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു മാനസികമായിട്ട് വളരെയധികം പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സഹിച്ചു. എൻ്റെ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടേക്ക് ചെന്നൈയിലേക്ക് മാത്രം എടുത്തത് കൊണ്ട് ആ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെർമിനേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞതുകൊണ്ട് ഇതൊക്കെ സഹിച്ച് ഞാൻ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വിജിലൻസ് എൻക്വയറിയുടെ ഭാഗമായിട്ട് ഞാൻ കൊടുത്ത കംപ്ലൈന്റിന്റെ ഭാഗമായിട്ട് ഒരു ജനറൽ ട്രാൻസ്ഫറിൽ ഇവരെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ഈ അനൂപ് ചക്ര എന്ന് പറയുന്ന മാനേജർ അവിടെ തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം അവിടെ നിൽക്കുകയും പ്രദീപ് എന്ന് പറയുന്ന മാനേജർ ട്രാൻസ്ഫർ ആയി പോവുകയും പിന്നെ രാജഗോപാൽ എന്ന് പറയുന്ന ഒരു മാനേജർ വരികയും ചെയ്തു. അസിസ്റ്റന്റ് മാനേജറായിട്ട് ഗോപു ചന്ദ്രൻ എന്ന് പറയുന്ന മാനേജരും വന്നു. പക്ഷെ ഡ്യൂട്ടിയിൽ എനിക്ക് അവർ വന്നു കഴിഞ്ഞിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഹൗസ് കീപ്പിങ്ങിന്റെ ചാർജ് ആയിരുന്നു. ഇവരെ മാറ്റിയിട്ട് ഗോപിചന്ദ്രൻ എന്ന് പറയുന്ന ആളെ ആക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് തന്നെ ടോർച്ചർ ചെയ്യുമായിരുന്നു. ഷൈനി അത് ഒപ്പിട്ടതാ KTDCയിൽ അങ്ങനെ പല കാര്യങ്ങളും നടക്കും, നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ഒപ്പിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഡം എൻ്റെ ജോലി പോകുന്ന കാര്യമാണ്, ഞാനത് ഒപ്പിടില്ല, ഞാൻ ചെയ്യാത്ത ജോലി ഞാൻ ഒപ്പിടത്തില്ല, നിങ്ങളാണ് അസിസ്റ്റന്റ് ലിനൻ കീപ്പർ, നിങ്ങളുടെ പോസ്റ്റിലാണ്, അതുകൊണ്ട് അത് ഒപ്പിടണമെന്ന് പറഞ്ഞു. അതിനകത്ത് അത് ഒറിജിനൽ ബില്ലും ഇല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബില്ലായിരുന്നു. ഇതിനെ തുടർന്ന് പിന്നെ ഇവര് നിരന്തരമായിട്ട് തന്നെ കാണുമ്പോൾ മോശമായിട്ടുള്ള സംഭാഷണങ്ങളും നോട്ടവും ദേഷ്യപ്പെടലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2021 രാജഗോപാൽ സാറ് ട്രാൻസ്ഫർ ആയി പോവുകയും വീണ്ടും ഈ പ്രദീപ് എന്ന് പറയുന്ന മാനേജർ വരികയും അനാവശ്യമായിട്ട് 2 തവണ എനിക്ക് ട്രാൻസ്ഫർ അടിക്കുകയും ചെയ്തു. ഞാൻ ATCയുടെ യൂണിയനിൽപ്പെട്ട ഒരു അംഗവും കൂടിയാണ്. അന്നേരം ഞാൻ ചിറ്റകുമാർ സാറിനെയും യൂണിയന്റെ ഭാരവാഹികളെ കണ്ടിട്ട് അത് ക്യാൻസൽ ചെയ്ത് ഞാൻ അവിടെ തന്നെ തുടർന്നു. ഞാൻ അവിടെ കയറുമ്പോൾ എനിക്ക് 5500 രൂപയുള്ളായിരുന്നു ഓണറേറിയം. ഓരോ വർഷം ഇൻക്രിമെന്റ് വെച്ച് 7500, 9500 അങ്ങനെ കൂടി വന്നു. എനിക്ക് ആ സമയത്ത് 7500 രൂപയുള്ളായിരുന്നു. അപ്പൊ അവിടുത്തെ 2000 രൂപ എക്സ്ട്രാ അലവൻസും കൂടെ കൂട്ടിയാണ് എനിക്ക് കിട്ടുന്നത്. ആ തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ വീട് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാതെ ആയിരുന്നു. അപ്പൊ അവിടെ നിലനിർത്തി തരണം, എനിക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആകെ എനിക്ക് 3000 രൂപയെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ തന്നെ പിടിച്ചു തന്നു. പക്ഷെ ഇവര് നിരന്തരം എന്നെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ 2023 ഈ എക്സ് മിനിസ്റ്റർ ആയിട്ടുള്ള KP രാജേന്ദ്രൻ സാറും GR അനിൽ സാറും ചിറ്റയം സാറും എല്ലാം അവിടെ വന്നപ്പോൾ യൂണിയന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ എല്ലാ ജീവനക്കാരും അവരെ പോയി കണ്ടു. പക്ഷെ ഇവർക്ക് നോർക്കയുടെ ചാർജും കൂടെ ഉള്ളത് കൊണ്ട് ഇവർക്ക് അത് ഈഗോയായി. എന്നോട് കർശനമായിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് മിനിസ്റ്ററെ പോയി കണ്ടത്, നിങ്ങളെ ജോലിയിൽ നിന്ന് ഞാൻ പറഞ്ഞു വിടും, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു യൂണിയന്റെ നിർദ്ദേശപ്രകാരമാണ് പോയി കണ്ടതെന്ന് പറഞ്ഞു. അതുപോലെ KP രാജേന്ദ്രൻ സാർ അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് എംബസി പോകാനായിട്ടുള്ള ഇതിനാണ് വന്നത്. അപ്പൊ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് അന്നത്തെ ചെയർമാൻ ഇട്ടിരുന്ന് PK ശശി സാറിനോട് അദ്ദേഹം തന്നെ ചോദിക്കുകയും ആ അനുമതിയോടുകൂടി മാനേജറുടെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ അദ്ദേഹത്തെ സഹായിക്കാൻ പോയത്. അദ്ദേഹത്തെ സഹായിക്കാൻ പോയാൽ അന്ന് തന്നെ ഇവരെന്നോട് പറഞ്ഞു, കർശനമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യും, മേലിൽ ഇങ്ങനെ VIP വരുമ്പോൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ചെയർമാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ഇൻസിഡന്റ് ഉണ്ടായി അവിടെ 2nd ഫ്ലോറിൽ, ക്യാമറ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് 2 ജീവനക്കാരുടെ മുൻകാലങ്ങളിൽ ജോലി ചെയ്ത 2, ഒരു പെണ്ണും ഒരു ലേഡിയും. അവരുടെ എന്തോ ഒരു ഇഷ്യൂ, അവരവിടെ ജോലി ഇല്ലാത്ത അവസരത്തിൽ തന്നെ അവരേതോ കംപ്ലൈന്റുമായിട്ട് വന്നിട്ട് ഈ പയ്യനെ വിളിച്ചു വരുത്തിയിട്ട് ആ ലേഡിയുടെ ഹസ്ബൻഡ് ഈ പയ്യനെ ഉപദ്രവിച്ചു. ആ മീറ്റിങ്ങിൽ ഞാൻ അല്പം താമസിച്ചു എന്നും പറഞ്ഞു വരുന്നെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങി വരികയും പിന്നെ മാറി വാതിലിൽ ഇരിക്കുകയും ചെയ്തു.
പക്ഷെ അന്നേരം എനിക്ക് അത്ര വേദന തോന്നിയില്ല. ഞാൻ ഇപ്പൊ മോളുടെ കല്യാണം ആയതുകൊണ്ട് ലീവ് എടുത്ത് നാട്ടിലേക്ക് പോരുകയും ചെയ്തു. ഇവര് മൂന്നാം പൊക്കം എനിക്ക് ട്രാൻസ്ഫർ അടിച്ചു. ആ ട്രാൻസ്ഫറിൽ ഇവർ പറയുന്നത് അനുവാദം കൂടാതെ റെസ്റ്റോറന്റ് ഏരിയയിൽ വെച്ച് ഞാൻ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഒരു കാര്യം VIP കളെ സന്ദർശിച്ചു എന്നാണ് പറയുന്നത്. മെയ് 24-ാം തീയതി എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് എനിക്ക് പൈസ ഇല്ലാതെയാണ് മെയ് 30-നാണ് ഞാൻ കേക്ക് വാങ്ങിയത്. അതിന്റെ കൂടെയുള്ള കുട്ടികൾക്ക് അത് കട്ട് ചെയ്ത് കൊടുക്കാനും കൂടിയായിരുന്നു. അപ്പൊ അത് ഇവരോട് അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ അത് കട്ട് ചെയ്തത്. അപ്പൊ ഇവര് പറയുന്നത് അത് അനുവാദം തന്നിട്ടില്ല, ഞാൻ അനുവാദം ഇല്ലാതാണ് കട്ട് ചെയ്തത് എന്ന് പറഞ്ഞു. അതൊരാക്ഷേപം. VIP കളെ സന്ദർശിച്ചു എന്നൊരാക്ഷേപം. ഈ രണ്ട് കാരണങ്ങളും പറയുന്നതോടൊപ്പം യൂണിയൻകാരോട് എന്നെ കുറിച്ച് വളരെ അപമര്യാദയായിട്ട് വിവരിക്കുകയും ചെയ്തു. ഞാൻ അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെടുത്തുമെന്ന്. അത് ഇതിനനുസരിച്ച് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ പരാതിപ്പെടുകയും PK ശശി സാറിനെ ഞാൻ നേരിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കാണുകയും അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി കാണുകയും ചെയ്തു. ഈ വിവരങ്ങളെല്ലാം MD ധരിപ്പിച്ചു. പക്ഷെ എന്നെ MD ഒരു സ്ത്രീ ആയിട്ട് പോലെ എന്നെ കാണാൻ കൂട്ടാക്കുകയോ എന്റെ പ്രശ്നങ്ങൾ അറിയാൻ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല. എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ നീതി കിട്ടാത്തത് കാരണം ഞാൻ പട്ടികജാതി കമ്മീഷനിൽ പോവുകയും ഇപ്പം കോടതിയിൽ ആ കേസ് നിലനിൽക്കുകയാണ്. എന്നാൽ ഇവർ നടത്തിയ അദാലത്തില് ഒരു ബന്ധമില്ലാത്ത ആളുകളെ വിളിച്ചാണ് അദാലത്ത് നടത്തിയതും ഇതിന് ഇവർ റിപ്പോർട്ട് കൊടുത്തതും. പക്ഷെ എന്റെ സഹപ്രവർത്തകരെല്ലാവരും പോയി ചെന്നൈ കോടതിയിലും അസിസ്റ്റന്റ് കമ്മീഷണറുടെ അടുത്തും മൊഴി കൊടുക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ച കാര്യങ്ങൾ.